നമസ്കാരം. എന്തുമാത്രം അധപ്പതിച്ചു നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ എന്നതാണ് ഓരോ ദുരന്ത സമയത്തും ചില നേതാക്കന്മാരുടെ പ്രതികരണത്തിലൂടെ നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഏറ്റവും വലിയ സംസാര വിഷയം എന്ന് പറയുന്നത് കോട്ടയത്തെ ആശുപത്രിയിലുണ്ടായ ആ ഒരു അപകടം, അതിന്റെ ഭാഗമായിട്ട് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടതൊക്കെയാണ്. ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ ഉപയോഗശൂന്യമായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം വീണ് മരണപ്പെട്ട സമയത്ത് വലിയ വിവാദങ്ങൾ, സർക്കാരിനെതിരെ വലിയ വിവാദങ്ങൾ, ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ വിവാദങ്ങൾ ഒക്കെ പൊട്ടിപ്പുറപ്പെട്ടു. ആ സമയത്ത് മന്ത്രി VN വാസവൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയിരുന്നു. അതായത്, ആരോഗ്യമന്ത്രി വീണ ജോർജ് തട്ടിയിട്ടതല്ലോ ഈ ബിൽഡിംഗ്, അത് മുഖാന്തരമല്ലല്ലോ ബിന്ദു മരണപ്പെട്ടത് എന്നതൊക്കെ. ഇപ്പോൾ അതേ ഒരു രീതിയിൽ തന്നെയാണ് കൊല്ലത്ത് മരണപ്പെട്ടിട്ടുള്ള മിഥുൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മന്ത്രി ചിഞ്ചു റാണി നടത്തിയിരിക്കുന്ന പരാമർശം. എന്തായാലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിൽ നിന്നും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ചിഞ്ചു റാണിയുടെ ഈ ഒരു വിവേചനപരമായിട്ടുള്ള പരാമർശത്തിനെതിരെ അതിശക്തമായിട്ട് തന്നെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഷോക്കേറ്റ് മരിച്ച കുട്ടിയെ കുറ്റവാളിയാക്കിയിട്ടുള്ള മന്ത്രിയുടെ നടപടി കുറ്റവാളിയാക്കിയതിനു ശേഷം സൂംബ ഡാൻസ് കളിച്ചതിന് തുല്യമാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇവർക്കൊന്നും മനസാക്ഷിയില്ലേ എന്നുള്ളൊരു ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടെ ചോദിക്കാനുള്ള ഒരു ചോദ്യമായിട്ട് അത് മാറുകയാണ്. മന്ത്രിയുടെ നാവ് നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തേവലക്കര സ്കൂളിലാണ് കഴിഞ്ഞ ദിവസം കുട്ടി ഷോക്കേറ്റ് മരണപ്പെട്ട സംഭവം ഉണ്ടായത്. KSEB ഉൾപ്പെടെ എല്ലാവരും ഇതിന് ഉത്തരവാദികളായി നിൽക്കുകയാണ്. വൈദ്യുതി ലൈൻ തൊട്ടു മുകളിലൂടെ പോകുന്ന സ്കൂളിന് എങ്ങനെയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നതാണ് ഇവിടെ നിൽക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. കുട്ടി മുകളിൽ കയറിയ എന്നാണ് മന്ത്രി ചിഞ്ചു റാണി പറഞ്ഞത്. കുട്ടികൾ മുകളിൽ കയറുന്നത് സ്വാഭാവികമാണ്. കുട്ടികളുടെ കുഴപ്പമാണെന്നതാണ് പുതിയ കണ്ടുപിടുത്തമായിട്ട് ഈ മന്ത്രിമാർ ന്യായീകരണമായി പറയുന്നത്. ഇതാണ് നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരും വിവേചനമില്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങളും എന്നത് വ്യക്തം. ഓരോ മരണത്തിന്റെയും ഉത്തരവാദിത്തത്തിൽ നിന്നും ഈ മന്ത്രിമാർ ഒഴിഞ്ഞു മാറുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തുകയാണ് ഇനി വേണ്ടത്. വയനാട്ടിലെ സ്കൂളിൽ പെൺകുട്ടി പാമ്പ് കടിയേറ്റ് മരിച്ചപ്പോൾ സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ആശുപത്രിയിലും ഇത്തരം ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നേതൃത്വത്തിൽ സൂംബ ഡാൻസ് നടത്തിയത്. വയനാട്ടിൽ കടുവ സ്ത്രീയെ കടിച്ചുകൊന്ന ദിവസമാണ് വനമന്ത്രി ഫാഷൻ ഷോയിൽ പാട്ട് പാടിയത്. കഴിഞ്ഞ ദിവസം മരിച്ച കുട്ടിയെ കുറ്റപ്പെടുത്തിയ മന്ത്രിയാണ് സൂംബ ഡാൻസ് കളിച്ചതെന്നത് ഓർക്കണം. ഇവർക്കൊന്നും മനസാക്ഷിയില്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഗുരുതര വീഴ്ച തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റിംഗ് തന്നെ വേണം. വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് മുന്നോട്ട് ചെയ്യേണ്ടത്. എന്നാൽ അതിനു പകരം മാറി നിന്ന് പരിഹസിക്കുന്ന രീതി അത് തീരെ ശരിയല്ല. ചെരുപ്പെടുക്കാൻ മുകളിൽ കയറിയ കുട്ടിയായാണ് ഇപ്പോൾ കുറ്റവാളിയായിട്ട് മന്ത്രിമാർ ചിത്രീകരിക്കുന്നത്. മന്ത്രിമാരെയും അവരുടെ നാവിനെയും നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം. മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന രീതിയിൽ മന്ത്രിമാർ സംസാരിക്കാതിരിക്കാനെങ്കിലും ശ്രമിക്കണം എന്നുള്ള ഒരു അപേക്ഷ കൂടെയുണ്ട്. ഇത്തരത്തിൽ ഇരിക്കുന്നത് എടുക്കാൻ ശ്രമിക്കുന്ന CPM നേതാക്കൾ കക്ഷത്തിൽ ഇരിക്കുന്നത് പോകാതെ നോക്കണമെന്നുള്ള ഒരു പരാമർശം കൂടെ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുണ്ട്. എന്തായാലും കൊല്ലം തേവലക്കര സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള മിഥുന് ഷോക്കേറ്റ് മരിച്ച സംഭവം വലിയ വിവാദമായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി ചിഞ്ചു റാണി നടത്തിയിട്ടുള്ളൊരു പരാമർശം തന്നെയാണ് ഇത് വിവാദത്തിലേക്ക് കടക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നത്. മിഥുൻ ഷീറ്റിന് മുകളിൽ വലിഞ്ഞു കയറിയെന്നാണ് മന്ത്രിയുടെ വ്യക്തമായിട്ടുള്ള ഒരു ന്യായീകരണം. സഹപാഠികൾ വിലക്കിയിട്ട് മിഥുൻ കയറിയെന്നും സംഭവത്തിൽ അധ്യാപകരെ കുറ്റം പറയാൻ പറ്റില്ല എന്നും മന്ത്രി കൊച്ചിയിൽ CPI വനിതാ സംഗമത്തിൽ സംസാരിക്കവേ വ്യക്തമാക്കുകയായിരുന്നു. ഒരു പയ്യന്റെ ചെരുപ്പാണ്. ആ പയ്യൻ ചെരുപ്പെടുക്കാൻ ഷെഡിന്റെ മുകളിൽ കയറി.
ചെരുപ്പെടുക്കാൻ പോയപ്പോൾ കാലൊന്ന് തെന്നി പെട്ടെന്ന് കയറി പിടിച്ചത് വലിയ കമ്പിയിലാണ്. ഇതിലാണ് കരണ്ട് കടന്നു പോയിരുന്നത്. കുട്ടി അപ്പോഴേ മരണപ്പെട്ടു. അത് അധ്യാപകരുടെ കുഴപ്പമാകുകയില്ലല്ലോ എന്നായിരുന്നു മന്ത്രിയുടെ ചോദ്യം. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിന്റെ മുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ ഇത്രയും ആപത്തുണ്ടാകുമെന്ന് നമുക്കറിയില്ലല്ലോ എന്നും രാവിലെ സ്കൂളിലേക്ക് ഒരുങ്ങിപ്പോയ കുട്ടിയാണ് കുഞ്ഞ് മരിച്ചു വരുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. സഹപാഠികൾ പറഞ്ഞിട്ട് പോലും അവൻ അവിടെ കയറി എന്നതാണ് മന്ത്രിയുടെ ന്യായീകരണം. കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടുള്ള പരാമർശം വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് അനധികൃതമായി നിർമ്മിച്ച ഷെഡിന് മുകളിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്ക് ഏറ്റിട്ടാണ് ഈ 13 വയസ്സുകാരനായിട്ടുള്ള കുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. കളിക്കുന്നതിനിടെ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പ് എടുക്കാൻ കയറിയപ്പോൾ ഷോക്ക് ഏൽക്കുകയായിരുന്നു എന്നാണ് വിവരം. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപകടത്തിൽ മാനേജ്മെന്റിനും KSEBിക്കും വീഴ്ച സംഭവിച്ചതെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി സമ്മതിച്ചിരുന്നു. എന്തായാലും വലിയൊരു അപാകത തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടെ കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയോട് കുറിച്ച് വ്യക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു. ആ ഒരു പ്രതികരണം കൂടെ കേൾക്കേണ്ടതുണ്ട്. അതായത് ഈ വാർത്ത വന്നപ്പോൾ മുതൽ ആളുകൾ ആ കുട്ടിയുടെ സാഹചര്യങ്ങളും എന്താണ് വീട്ടിലുള്ള സാഹചര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനിടയിൽ ചില സമരങ്ങളൊക്കെ വരുമ്പോൾ KSEBിയുടെ ഭാഗത്തുനിന്ന് ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ എന്താണ് ശരിക്കും അങ്ങനെ ഒരു അനാസ്ഥ, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രശ്നമായിട്ട് അവിടെ വരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ആളുകൾക്കൊരു വ്യക്തതയില്ല. അപ്പോൾ എന്തായിരിക്കും ശരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക KSEBിയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ? KSEBിയുടെ ഭാഗത്തുനിന്ന് നോക്കുന്നതിന് മുമ്പ് അതിനകത്തൊരു കാര്യം പറയേണ്ടതുണ്ട്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്, കാരണമായിട്ടുള്ളൊരു സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു 13 വയസ്സുള്ള കുട്ടിക്കാണ് ആ മരണം സംഭവിച്ചിരിക്കുന്നത്. അപകടവും മരണവും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അപകടവും മരണവും. ഈ 2 കാരണങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. ഈ അപകടം സംഭവിച്ചത് ഒരു വളരെ പെട്ടെന്ന് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്നല്ല ആ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപകടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യം നേരത്തെ നിലനിന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. ആ സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടായി, അതിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഒരു സ്കൂളാണ്, അവിടെ ഒരുപാട് പേർ ദിവസവും വന്നു പോകുന്നതാണ്. അവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട വളരെയധികം കളക്റ്റീവായ ഇൻഫർമേഷൻ ഉൾക്കൊള്ളുന്ന ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. അവിടേക്കുള്ള വൈദ്യുതി സംവിധാനങ്ങൾ നിലനിർത്തിയിരിക്കുന്നതും നിയർ ബൈ KSEBിയുടെ ആയിരിക്കണം. KSEBിയുടെ ഒരു സംവിധാനത്തിലൂടെയാണ് വൈദ്യുതി എത്തിയിരിക്കുന്നത്. അവിടെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ആ കുട്ടി കയറുകയും അവിടെ നിന്ന് തെന്നി വീഴുമ്പോൾ ലൈനിൽ പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സാഹചര്യം അങ്ങേയറ്റം നിയമവിരുദ്ധമാണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ 13 വയസ്സ് എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് ഒരു കേവലമായ ഒരു അവയർനെസ്സിലൂടെ കുട്ടിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നേരത്തെ തന്നെ ശ്രമിച്ചാലും കഴിയുമായിരുന്നു എനിക്ക് തോന്നുന്നു. ആ കുട്ടിയല്ല, ഒരു കുട്ടിയെയും അത്തരത്തിൽ ഒരു അവയർനെസ് വഴി ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിനിങ്, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിനിങ് ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. ഇക്കാര്യത്തിൽ പൂർണ്ണ പരാജയം അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു സ്കൂൾ പരിസരം എന്നുള്ളതാണല്ലോ. ഇതിൽ പ്രധാനമായിട്ട് ഈ കുട്ടി കയ്യെത്തി പിടിച്ചു എന്നാണ് പറയുന്നത്. അതായത് ബിൽഡിങ്ങിൽ നിന്ന് കയ്യെത്തി പിടിക്കാനുള്ള ദൂരത്താണ് ഈ വയറുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെയാണോ സാധാരണഗതിയിൽ ഒരു ബിൽഡിങ് അതിൻ്റെ അടുത്ത് ഇത്തരത്തിലൊക്കെ KSEB വയറുകളൊക്കെ ഉണ്ടാവേണ്ടത്? ആ ചോദ്യം തന്നെ പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഈ കുട്ടി നിലത്ത് നിന്നിട്ടല്ല ലൈനിലേക്ക് കയ്യെത്തി പിടിച്ചിരിക്കുന്നത്. ഈ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ കളിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കുട്ടി കയറേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ ഒരു ചരിഞ്ഞ റൂഫുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ പോർഷൻ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും കുട്ടിയുടെ കാല് വഴിക്കുകയും താഴേക്ക് തെന്നി വീഴാൻ പോകുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ തൊട്ടടുത്ത് കൂടി പോയിരുന്ന ലൈനിൽ കയറി പിടിക്കുകയും ചെയ്യും. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കുട്ടി അത് ചെയ്തതാണ്. അതാണ് നിയമവിരുദ്ധമായ ഒരു ഘടകമായി നമ്മൾ കാണുന്നത്. അവിടെ ഇത്തരത്തിൽ ലൈൻ കൺസ്ട്രക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നിയമവിരുദ്ധമായി സംഭവിച്ചിരിക്കുന്നത്. അതായത് ഒരു കുട്ടി അവിടെ കയറുകയും നിലത്തേക്ക് വീഴുകയും ചെയ്യുമ്പോൾ പിടിച്ചപ്പോൾ യാദൃശ്യമായി അത് സംഭവിച്ചു എങ്കിലും ഒരു കുട്ടിയുടെ അവിടെ കയറുകയും നിലത്ത് വീഴാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് രക്ഷപ്പെടാനായിട്ട് എത്താവുന്ന ദൂരത്തിൽ ഇത്തരം ഒരു ലൈൻ അവിടെ ഒരിക്കലും നിലനിൽക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ നിലനിന്നിട്ടുണ്ടെങ്കിൽ അത് നിലവിലുള്ള എല്ലാ നിയമവ്യവസ്ഥകൾക്കും എതിരാണ്. ഒന്നുകിൽ ലൈൻ
സ്ഥാപിച്ച അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്നോ നിയമലംഘനം, അതല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത അതോറിറ്റീസിൻ്റെ ഭാഗത്തു നിന്ന് വന്ന നിയമലംഘനം. ഇതിനെ സംബന്ധിച്ചാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇത് കേരളത്തിലെ ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം അനാസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്, ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതാണ്. ഒന്നത്. രണ്ട്, ഇതിനെ സംബന്ധിച്ച് കേന്ദ്ര നിയമങ്ങൾ, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസും നിലനിൽക്കുന്നുണ്ട്. അതുപ്രകാരം ഒരു ബിൽഡിങ്ങിൻ്റെ സമീപത്തോടു കൂടി പോകുന്ന ലൈനിന് 2.5 മീറ്റർ ഉയരത്തിൽ മാത്രമേ പോകാൻ കഴിയൂ. സാധാരണഗതിയിൽ ഒരാൾക്ക് എണീറ്റ് നിന്ന് അതിൽ പിടിക്കാൻ കഴിയില്ല. അതേ 2.5 മീറ്റർ വെർട്ടിക്കൽ ഹൈറ്റ് ഉണ്ടാവണം. രണ്ട്, സമീപത്തോടെ പോകുന്ന ലൈൻ ഹൊറിസോണ്ടലി തിരശ്ചീനമായി പോകുന്ന ലൈൻ 1.22 മീറ്റേഴ്സ്, അതായത് 4 അടി ദൂരത്തിലൂടെയായിരിക്കണം പോകേണ്ടത്. അങ്ങനെയായിരുന്നു ഇത് നിർബന്ധിച്ചെങ്കിൽ ആ കുട്ടിക്ക് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കാമായിരുന്നില്ല. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 100% നിയമലംഘനം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് കാരണക്കാരായവരെയും ഇത് കണ്ടിട്ടും ഇതുവരെ പ്രതികരിക്കാതിരുന്നവരും ഒരു അപകടം സംഭവിക്കുമ്പോൾ അപകടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന വളരെ മോശപ്പെട്ട മനസ്സുള്ള, മാനസികമായി അധപ്പതിച്ച ഒരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. ഈ ഒരു സംഭവം ഇപ്പോൾ കുട്ടിയുടെ മരണം എന്ന് പറയുന്നത് ദാരുണം തന്നെയാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ആ ഒരു സ്കൂൾ പരിസരം തന്നെ ഒന്ന് ഈ സേഫായി വെക്കണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? അതായത് KCBയുടെ ഭാഗത്തു നിന്ന് കുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ചോദ്യവും എനിക്കൊന്നുകൂടെ കറക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ സ്കൂളും പരിസരവും അല്ല ഏറ്റവും പ്രധാനം. ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലെയും ഒരു വിഷയമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പാടുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് ഈ അപകടം നടന്ന സ്ഥലത്തിൻ്റെ പർട്ടിക്കുലറായിട്ട് പറയുകയാണെങ്കിൽ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നിയമവിരുദ്ധമായിരിക്കണം. അതിൻ്റെ അത്തരത്തിൽ നിയമവിരുദ്ധമായി ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത അതോറിറ്റി ആരാണ്, അതിന് സാങ്ഷൻ കൊടുത്തവരാരാണ്, അവർക്കെതിരെയുള്ള അന്വേഷണം ആവശ്യമാണ്. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശമാരാണ്, അവർ ഈ കേസിലെ പ്രതികളായി അന്വേഷണത്തിന് നേരിടേണ്ടതാണ്. ഈ PTA ഉൾപ്പെടെയുള്ള അവിടുത്തെ സംവിധാനങ്ങൾ കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തിയല്ല പ്രവർത്തിച്ചിരുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലെ സ്കൂളുകൾക്കോ കുട്ടികൾ സമ്മേളിക്കുന്ന സ്ഥലത്തോ പൊതുജനം സമ്മേളിക്കുന്ന സ്ഥലത്ത് ഉൾപ്പെടെ ബാധകമാണ്. അമ്പലം, പള്ളി ഉൾപ്പെടെയുള്ള അമ്പല മൈതാനങ്ങൾ, പള്ളി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്കും ഇത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു വിഷയമായി കാണേണ്ടതാണ്. ഇനിയിപ്പോൾ നമ്മൾ കുട്ടികളിലേക്ക് വരുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കൊടുക്കാനുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാതെ, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇപ്പം ഒരു ഉദാഹരണമായിട്ട് അത് അവിടെ കിടക്കുമ്പോൾ ഇനിയുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? സ്കൂളുകളിൽ പ്രധാനമായിട്ടും ബോധവൽക്കരണ ക്ലാസ്സുകൾ, സേഫ്റ്റിയെ സംബന്ധിച്ച്, സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകൾ അവരുടെ അറിവ് നേടിത്തുടങ്ങുന്ന പ്രായം മുതൽ തന്നെ കൊടുക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാകണം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അത്തരം ക്ലാസ്സുകൾ സ്കൂളുകളിൽ അവയർനെസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കരിക്കുലത്തിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എക്സ്റ്റേണൽ ഏജൻസീസിനെ കൊണ്ട് ചെയ്യാനായിട്ട്. അതിൽ പക്ഷേ PTA ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അധികാരികൾ ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നില്ല. വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ കാണേണ്ടത്. നമ്മൾ ആ വീഴ്ചകളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സംവിധാനങ്ങളും പ്രചരണങ്ങളും അടിയന്തരമായി വേണം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളും വളരെ അടിയന്തരമായി നടപ്പാക്കേണ്ടതുണ്ട്.